ഹായ് മക്കളെ, നീറ്റ് എക്സാം പ്രിപ്പറേഷന്റെ അവസാന ലാപ്പിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ യഥാർത്ഥ ടെൻഷൻ എന്ന് പറയുന്നത്, പ്രധാന ടെൻഷൻ എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചത് കംപ്ലീറ്റ് ആയോ, ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ വിട്ടുപോയോ, അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉള്ളത്. സോ അപ്പൊ അടുത്ത വരും ദിവസങ്ങളിലായിട്ട് ഈ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിലെയും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫിസിക്സ് ആണെങ്കിൽ 30 ചാപ്റ്റേഴ്സ് ആണ്. ആ ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. അതായത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ അത് പഠിച്ചിട്ട് മാത്രം പോകണമെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളുണ്ട് ഓരോ സബ്ജക്റ്റിലും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സ്ട്രെസ് ചെയ്യുക. കഴിഞ്ഞ 5 വർഷമായിട്ട് നീറ്റ് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ടതെന്നും ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടൻസ് ആ എക്സാമിൽ എന്തായിരുന്നു എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ അനാലിസിസുമായിട്ട് ഫിസിക്സ് ടീം നാളെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുകയാണ്. വൈകുന്നേരം 7 മണിക്ക് ഓരോ ദിവസവും ഓരോ സബ്ജക്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരു ബിഗ് അനൗൺസ്മെന്റ് നാളെ ഉണ്ടായിരിക്കും. മാത്രവുമല്ല 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ ഈ ചാനൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നീറ്റ് ചാനൽ കേരളത്തിൽ ഇത്രയും വലിയ ഒരു മാസമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആൻഡ് അതിന്റെ സന്തോഷം കൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. സോ അപ്പൊ നാളെ വൈകുന്നേരം 7 മണിക്ക് ടീം സൈലത്തിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ആ 30 ചാപ്റ്റേഴ്സ് നമുക്ക് നാളെ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ പഠിച്ചില്ല എന്നൊക്കെ ആലോചിക്കാൻ ഒരു സമയം കൂടിയാണ്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സിന്റെ ഒരു പാക്കേജ് ആയിരിക്കും നാളെ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ 7 മണിക്ക് തന്നെ ഈ ചാനൽ എത്തുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ലിങ്ക് ഷെയർ ചെയ്യുക. സോ നമ്മൾ ഉഷാറായിട്ട് നാളെ വൈകുന്നേരം തൊട്ട് നമ്മുടെ അവസാന ലാപ്പ് നമ്മൾ ഓടാൻ തുടങ്ങുകയാണ്. അതിന്റെ വേഗത കൂട്ടാൻ തുടങ്ങുകയാണ്. അപ്പൊ 7 മണിക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.